ഏത് മേഖലയും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന് മാതൃകയാണ് യു എയുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് നേതൃത്വം നൽകിയ ഒരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന് നേതൃത്വം നൽകുന്നതും ഒരു മലയാളിയാണ്. അസ്സലാം. ഇത് ക്ലൗഡ്മി സോഫ്റ്റ്വെയർസിൻ്റെ സ്ഥാപകൻ ഫൈസൽ മാങ്ങാട്. ഫൈസൽ ഭായ്, എത്രമാത്രം യു എയുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് ഈ സ്ഥാപനം പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങാം നമുക്ക്. ഞങ്ങളുടെ മെയിനായിട്ട് മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയിലും സോഫ്റ്റ്വെയർസ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളായി. അതായത് എത്ര കാലമായിട്ടുണ്ടാവും തുടങ്ങിയിട്ട്? 15+ ഇയേഴ്സായി ഞങ്ങളുടെ മാർക്കറ്റിൽ. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു പാഷനാണ് IT. അപ്പം പഠിച്ചതൊക്കെ IT ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു സെക്ടറിൽ തന്നെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാങ്ങാട് എന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. അതാണ് ഫൈസൽ മാങ്ങാട്. ഇവിടെ വന്നത് IT കമ്പനി അല്ലെങ്കിൽ IT ബിസിനസ് എന്നുള്ള ലക്ഷ്യത്തിലാണോ? അല്ല, IT ജോലി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ ജോലിയിൽ നിന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നല്ല ബെറ്റർ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് ബിസിനസ് മേഖലയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മേഖല ഏതാണ്? ഏതൊക്കെ ബിസിനസ്സിനാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത്? നമ്മളങ്ങനെ ഒരു പർട്ടിക്കുലർ ബിസിനസ് എന്നുള്ളൊരു സംഭവം ഇല്ല. അതായത് സ്മോൾ മീഡിയം കോർപ്പറേറ്റ് എല്ലാ ലെവൽ ഓഫ് ബിസിനസ്സിനും ഞങ്ങൾ സോഫ്റ്റ്വെയർസ് കൊടുക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ അതിൽ കോർപ്പറേറ്റ് ആകുമ്പം ERP സൈഡിലുള്ള end-to-end സിസ്റ്റംസ് ആയിരിക്കും കൊടുക്കുക. ചെറിയൊരു കഫ്റ്റീരിയയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ചില സമയങ്ങളിൽ അവർക്കൊരു ബില്ലിങ്ങിന് മാത്രമായിരിക്കും ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യം വരിക. ഇപ്പോൾ UAE എല്ലാ എമിറേറ്റിലും നമ്മളുടെ സാന്നിധ്യം ഉണ്ടോ? എങ്ങനെയാണ്? UAE ഞങ്ങൾ 15 വർഷമായി ഞങ്ങൾ എല്ലാ എമിറേറ്റ്സിലും കവേർഡാണ്. അതേപോലെ തന്നെ ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ക്ലയൻസ് ഉണ്ട്. അവരിവിടെ വന്ന് ഞങ്ങളിൽ നിന്ന് സർവീസ് വാങ്ങിച്ച് പോകാറാണ് പതിവ്. ഇപ്പം ഞങ്ങളിപ്പം യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും കൂടി എക്സ്പാൻഷനിൽ ഒരു പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ നമ്മുടെ ഇത് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ? ഒരു 3000+ ക്ലയൻസ് ഞങ്ങൾ പല മേഖലയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈവൻ ചെറുകിട ബിസിനസ്സും SME സ്റ്റൈലും കോർപ്പറേറ്റ് സ്റ്റൈലും ഈവൻ ഗവൺമെൻറ് സെക്ടറിലും ഞങ്ങളിപ്പം കുറേ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാറ്റ് വന്നു, ഇനിയിപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് വരികയാണ്. ഇത്തരം മാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ ബിസി ആക്കുകയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ മേഖലയിൽ ഇത് പ്രതിഫലിക്കുന്നത്? അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി എൻക്വയറീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു സാധാരണ ബിസിനസ്സിലുള്ള ആൾക്കാർ ഒരു സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ സിസ്റ്റംസ് യൂസ് ചെയ്ത് വരുന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ല. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിലേക്കാണ് അവർ നോക്കുന്നുള്ളത്. അങ്ങനെ വരുമ്പം പ്രോപ്പറായിട്ടുള്ള എക്സ്പെൻസുകളും റെൻ്റൽ എക്സ്പെൻസും അല്ലെങ്കിൽ സാലറി എങ്ങനെയൊക്കെയുള്ള റിഫ്ലക്ട് ചെയ്യണം. അത് വെച്ചിട്ടാണല്ലോ P&L റൺ ചെയ്യാൻ പറ്റും. അത് വരാത്തിടത്തോളം സെയിൽസിന്റെ മാത്രം ഡാറ്റ അതോറിറ്റി കണ്ടു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടുതലല്ലേ കാണും. അപ്പം അത് ഒരു end-to-end സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പം അതിൽ എറേഴ്സ് കുറയും, വർക്കുകൾ കുറഞ്ഞു വരും, ഒരു കമ്പനിക്ക് കോസ്റ്റും കുറക്കാൻ പറ്റും. ഫൈസൽ ഭായ് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് ദർ ഇസ് നോ സ്ട്രഗിൾ ദർ ഇസ് നോ പ്രോഗ്രസ്. അങ്ങനെ സ്ട്രഗിളുകൾ ഉണ്ടായ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ? ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ യാത്രയിൽ? തീർച്ചയായും. അതൊരു ബിസിനസ് സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു പെയിന്, അത് വല്ലാത്തൊരു പെയിനാണ്. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വർഷങ്ങളോളം കഠിന പ്രയത്നം ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സർവീസ് സെക്ടർ ആകുമ്പോൾ. ഇപ്പോൾ ഓഫീസിൽ നമ്മൾ നോക്കുമ്പോൾ ക്ലൗഡ്മി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് കാണുന്നുണ്ട്, അതേപോലെ snatcho.com എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് കാണുന്നുണ്ട്. എന്താണ് ഈ snatcho.com? പല ബിസിനസ്സിലും സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ചലഞ്ച്, മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സിന് നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് ഓൺലൈൻ ബിസിനസ് എന്നുള്ളൊരു ആഗ്രഹം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു കമ്പനികൾ 100,000 കമ്പനികളുണ്ട്. പക്ഷെ അത് എത്രത്തോളം കോസ്റ്റ് കുറച്ച് എത്രത്തോളം ഫാസ്റ്റായി
ഇത് ഇവരുടെ തന്നെ ERP ആയി കണക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഇപ്പം ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരാളൊരു സാധനം ഓൺലൈനിൽ വാങ്ങിക്കുമ്പം ഇപ്പം നോർമലി ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 സിസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഞങ്ങൾ അങ്ങനെയല്ല, അവരുടെ ഒറിജിനൽ ഇൻവെൻട്രിയെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സിനും കൂടി കണക്ട് ചെയ്ത് കൊടുക്കും. റിയൽ ടൈം ഓൺലൈനിൽ നിന്ന് ഒരാളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതേ ആൾക്ക് ഇപ്പം ഞങ്ങൾക്ക് ദുബായ് മാളിൽ ഒരു ക്ലയൻറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ഹ്യൂജ് ഡിമാൻഡ് ഇതായിരുന്നു, അവർക്ക് സെയിം ടൈമിന് ഷോറൂമിലും ബിസിനസ് ചെയ്യണം, ഓൺലൈനിലും ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ ഏതൊരു ബിസിനസ്സിനും E-commerce ആരംഭിക്കാനുള്ള സംഭവമാണോ അത്? E-commerce മാത്രമല്ല, E-commerce നമ്പർ 1, അതാണ് ഇതിലുള്ള വലിയൊരു അഡ്വാൻറ്റേജ്. അതേപോലെ സലൂണുകൾ, അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഞങ്ങൾ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് ബുക്കിംഗ്, ക്യൂ മാനേജ്മെന്റ്, ക്യൂ കൺട്രോൾ ചെയ്യുന്ന സൊല്യൂഷൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. E-commerceന്റെ വലിയൊരു മേഖലയാണ്. പക്ഷെ അതിനോട് അനുബന്ധിച്ചിട്ട് മറ്റുള്ള ഇൻഡസ്ട്രിക്കും കൂടി ഓൺലൈനുമായി ബന്ധപ്പെട്ട് എങ്ങനെ അവരുടെ ബിസിനസ്സിന് ഒരു ആഡ് ഓൺ ക്വാളിറ്റി അവരുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, അതാണ് സ്നാച്ച് ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്ലാൻസ് കൂടുതലും സ്നാച്ചും ആയിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, പുതിയ ക്ലൗഡുകളിലേക്ക് എത്തട്ടെ. താങ്ക് യു.